Okay, now we are moving into the mechanism of sound production. നമ്മൾ നേരത്തെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കുറിച്ചും സിരിക്സിനെ കുറിച്ച് മൈനറായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തു. അപ്പം സിരിങ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബേർഡ്സിൻ്റെ കേസിൽ സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, സോ അപ്പം നമ്മുടെ കേസിൽ ലാരിങ്സ് ആണ് വോയിസ് ബോക്സ്, പക്ഷേ ഇതിൻ്റെ കേസിൽ എന്താണ് സിരിങ്സ് ആണ് വോയിസ് ബോക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ സ്ട്രക്ചർ കൺസേൺഡ് വിത്ത് ദ സൗണ്ട്. എവിടെയാണ് സിറ്റുവേറ്റഡ്? അറ്റ് ദ പോസ്റ്റീരിയർ എൻഡ് ഓർ ബേസ് ഓഫ് ദ ട്രിക്കിയ ആൻഡ് ഇറ്റ്സ് ജംഗ്ഷൻ വിത്ത് ദ ബ്രോങ്കെ. അല്ലെ, ഞാൻ പറഞ്ഞു പെട്ടെന്ന് നോക്കുമ്പോൾ സിരിങ്സിന്റെ ലൊക്കേഷൻ നമ്മൾ ബ്രോങ്കെ ബൈഫർക്കേറ്റ് ചെയ്തതിന് ശേഷം എന്ന് തോന്നുമെങ്കിലും അകത്ത് ശരിക്കും അതെങ്ങനെയാണ് ട്രക്കിയയുടെ എൻഡായിട്ടും ബൈഫർക്കേറ്റ് ചെയ്യുന്ന ബ്രോങ്കസ് ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്ന ആ പോയിന്റിന്റെ ഒരു എക്സ്പാൻഡഡ് റീജിയൻ ആണ് ശരിക്കും സിരിങ്സ് എന്ന് പറയുന്നത്. അപ്പം സിരിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പ്രസന്റ് ഓൺലി ഇൻ ബേർഡ്സ് ആൻഡ് ഇൻ സം ബേർഡ്സ് ഇറ്റ്സ് ആബ്സെന്റ് ഓൾസോ. ചില ബേർഡ്സിൽ അത് ഇങ്ങനെയുള്ളൊരു സൗണ്ട് പ്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ബേർഡ്സുകളിൽ അത് ആബ്സെന്റ് ആണ്. ഓസ്ട്രിച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില വൾച്ചേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ആബ്സെന്റ് ആണ്. Okay, so it's characteristics of birds as it does not occur in other vertebrates. Now, സിരിങ്സിന് എന്താണെന്ന് നോക്കാം. സിരിങ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ട്രക്കിയയുടെ ലാസ്റ്റ് പോർഷൻ പോസ്റ്റീരിയർ എൻഡ് ഉൾക്കൊള്ളുന്ന ഒരു ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നതാണ് പോസ്റ്റീരിയർ എൻഡ് ഉൾക്കൊള്ളുന്ന ഒരു ബ്രോഡ് ചേംബർ ആണ് സിരിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്രോഡ് ചേംബറിന് വിളിക്കുന്ന പേരാണ് ടിംബാനം എന്നുള്ളത്. ബ്രോഡ് ചേംബറിനെ വിളിക്കുന്ന പേര് ടിംബാനം എന്നുള്ളതാണ്. സോ സിരിക്സ് കൺസിസ്റ്റ് ഓഫ് എൻ എക്സ്പാൻഡഡ് ചേംബർ കോൾഡ് ടിംബാനം. ഓക്കെ, എങ്ങനെയാ ഇതിന്റെ വോൾ സപ്പോർട്ട് ചെയ്തേക്കുന്നത്? ഇറ്റ്സ് സപ്പോർട്ടഡ് ബൈ ദി ലാസ്റ്റ് 3 or 4 റിംഗ്സ് ഓഫ് ദ ട്രക്കിയ ആൻഡ് ദ ഫസ്റ്റ് ഹാഫ് റിംഗ് ഓഫ് ദി ഈച്ച് ബ്രോങ്കി. ഫസ്റ്റ് ഹാഫ് റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ്? സെക്കൻഡ് ബ്രോങ്കിയൽ റിംഗ് ആണ് ഫസ്റ്റ് ഹാഫ് റിംഗ് എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് ബ്രോങ്കിയൽ റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി അത് കംപ്ലീറ്റ് റിംഗ് ആണ്, അല്ലെ, ബോണി ആയിട്ടുള്ള റിംഗ് ആണ്. സെക്കൻഡ് തൊട്ടാണ് ശരിക്കും ഹാഫ് റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് റിംഗ് പിന്നെ ട്രക്കിയുടെ ലാസ്റ്റ് 3-4 റിംഗ് ഉൾക്കൊള്ളുന്ന ബ്രോഡ് ചേംബറിനെയാണ് നമ്മൾ സിരിങ്സ് എന്ന് വിളിക്കുന്നത്. സിരിങ്സിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടിംബാനം എന്ന് വിളിക്കുന്നത് ആ ഫസ്റ്റ് ടിംബാനം എന്ന് പറയുന്നത് സിരിങ്സിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പൊ ടിംബാനം എവിടെയാണ് റീജിയൻ? ട്രക്കിയുടെ അവസാന 3-4 റിങ്ങും ബ്രോങ്കയുടെ സെക്കൻഡ് റിംഗ് വരെയുള്ള പോർഷനും ഉൾക്കൊള്ളുന്നതാണ്. അപ്പം ഫസ്റ്റ് ഹാഫ് റിംഗ് എന്ന് മെൻഷൻ ചെയ്യുന്നത് എന്താണ്? സെക്കൻഡ് ബ്രോങ്കിയൽ റിംഗിനെയാണ്. അത് ജംഗ്ഷൻ ഓഫ് ദ ടു ബ്രോങ്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ, അല്ലേ? എന്തുണ്ട്? എ ബോണി റിഡ്ജ് ഈസ് പ്രസന്റ്. കാണുന്നുണ്ടോ? ഒരു റിഡ്ജ് ഉണ്ട് ഇവിടെ, അല്ലേ? ഈ റിഡ്ജിന് പറയുന്ന പേരാണ് പെസുലസ് എന്നുള്ളത്. എന്താണ്? At the junction between two bronchi, there is a prominent ridge which is bony in nature and that is known as the pesula. ഈ പെസുലേന്റെ മുകളിലായിട്ട് യു ക്യാൻ സി എ സെമി ലൂണാർ മെംബ്രെയിൻ. ഇത് സൗണ്ട് പ്രൊഡക്ഷനിൽ ഒരു പ്രോമിനന്റ് റോൾ വഹിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ്. പെസുലസിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു സെമി ലൂണാർ എന്ന് പറയാൻ കാരണം എന്താണ്? ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു അപ്പിയറൻസിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതിനെ സെമി ലൂണാർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ സെമി ലൂണാർ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഈസ് കവറിങ് ദി പെസുലസ്. ക്ലിയർ ആണല്ലോ? സോ പെസുലസ് ഈസ് സപ്പോർട്ടിങ് എ സ്മോൾ വൈബ്രേറ്ററി. ഞാൻ പറഞ്ഞു സൗണ്ട് പ്രൊഡക്ഷനിൽ ഒരു റോൾ ഉള്ള മെംബ്രെയിൻ ആണത്. വൈബ്രേറ്ററി ക്രസന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂണിനെയാണ് നമ്മൾ ക്രസന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്രസന്റിക് ഓർ സെമി ലൂണാർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. Clear ആണല്ലോ? Now, the mucous membrane of each bronchus forms an internal tympaniform membrane associated with the inner wall of an external tympaniform inner wall associated with the inner wall and an external tympaniform membrane associated with the outer wall. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം യു ക്യാൻ സീ ഹിയർ ഒന്ന് എക്സ്റ്റേണൽ ടിംബാനിഫോം മെംബ്രെയിൻ ആണ്, ഇത് ഇന്റേണൽ ടിംബാനിഫോം മെംബ്രെയിൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ബ്രോങ്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം ബ്രോങ്കയുടെ ഔട്ടർ പോർഷൻ ഉണ്ടല്ലോ, ഔട്ടർ വോളിന്റെ ഉള്ളിലുള്ള മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്റ്റേണൽ ടിംബാനിഫോം മെംബ്രെയിൻ എന്ന് വിളിക്കുക. ഇനി ബ്രോങ്കയുടെ ഇന്നർ പോർഷൻ ആണല്ലോ ഇത്, അല്ലേ? ബ്രോങ്കയുടെ ഇന്നർ വാളാണ് ഇത്. ഈ ഇന്നർ വാൾ അത് അകത്തേക്ക് നിൽക്കുന്ന വാളാണിത്. അകത്തെ വാളിന്റെ
മെമ്പറൈൻ എന്ന് പറയുന്ന പേരാണ് ഇന്റേണൽ ടിമ്പാനിഫോം മെമ്പറൈൻ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? So the mucous membrane of each bronchus forms the internal tympaniform membrane and external tympaniform membrane. എങ്ങനെയാണ് അതുള്ളത്? Internal tympaniform membrane is associated with the inner wall of the bronchi and external tympaniform membrane is associated with the outer wall of the bronchi. ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തത് ശ്രദ്ധിക്കാം. Now പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന രണ്ട് മസിൽസ് ഇതിലൊരു പ്രോമിനൻ്റ് റോള് വഹിക്കുന്നുണ്ട് സൗണ്ട് പ്രൊഡക്ഷനിൽ. ഓക്കെ, അത് ഞാൻ ആദ്യം കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളത്. ഇവിടെ നോക്കുക നിങ്ങൾ, സ്റ്റേണോട്രക്കിയൽ മസിൽസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി വരും. ഒന്നിത്, അതായത് സ്റ്റേണുമായിട്ട് ട്രക്കിയനെ കണക്ട് ചെയ്യുന്ന മസിൽസ് ആണ്. ആൻഡ് ദെൻ യു വിൽ ഫൈൻഡ് ഇൻട്രൻസിക് സിറിഞ്ചിയൽ മസിൽസ്, ട്രക്കിയനെയും അതുപോലെ തന്നെ ഈ സിറിങ്സിൻ്റെയും പോർഷനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഓട്ടോ അല്ല എന്ന് പറയാം നമുക്ക്, കാരണം അതിനെ തന്നെ കണക്ട് ചെയ്യാണ്. നേരത്തെ ഇതിന് അറ്റം ഫ്രീ ആയി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ആക്ച്വലി കണക്റ്റഡ് ടു ദി സ്റ്റേർണം. അതുകൊണ്ടാണ് ഇത് അറ്റം ഫ്രീ ആയിട്ട് കിടക്കുന്നത്, മുറിഞ്ഞിട്ട് വെക്കുകയാണ്. കാരണം ഇത് മാത്രം എടുക്കുമ്പോൾ നമ്മൾ ഇത് മുറിഞ്ഞതായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ അറ്റം ഫ്രീ. ഇത് ആക്ച്വലി എന്താണ്? ഇത് കണക്റ്റഡ് ടു ദി സ്റ്റേർണമാണ്. നൗ ഇത് എന്ന് പറയുന്നത് ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയൻ ഞാനിപ്പോൾ ഈ റെഡ് കൊണ്ട് ഈ വരച്ചുകൊണ്ടിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ദി ഇൻട്രിൻസിക് സിറിഞ്ചിയൽ മസിൽസ്. അതിൽ തന്നെ കാണുന്ന മസിൽസ്. ഈ രണ്ട് മസിൽസിന് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട് സൗണ്ട് പ്രൊഡക്ഷനിൽ. നമുക്കത് എന്താണെന്ന് നോക്കാം. സോ these membranes are controlled and regulated by ഏത് മെംബ്രെയിൻസ്? internal and external tympaniform membranes, controlled and regulated by a pair of intrinsic syringeal muscles which arise from the sides of the trachea and are inserted into the syrinx. Clear ആണല്ലോ? ഓക്കെ, ഞാൻ പറഞ്ഞു അതുകൊണ്ട് അതിന് ഇൻട്രൻസിക് എന്ന് വിളിക്കാൻ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും, ഇതിൻ്റെ അകത്തേക്ക് പോകും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരും. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് സ്പ്രിഞ്ചിയൽ മസിൽസ് എന്നുള്ളത് മാറ്റിയിട്ട് സിറിഞ്ചിയൽ മസിൽസ് ആക്കിയാൽ മതി കേട്ടോ. Now which arise from the sides of the trachea and are inserted into the syrinx. പിന്നെ അടുത്ത എന്താണ്? And a pair of sternotracheal muscles which arise from the sternum and inserted into the trachea. ഈ രണ്ട് മസിൽസിന് കാര്യമായ റോൾ ഉണ്ട് സൗണ്ട് പ്രൊഡക്ഷനിൽ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ആക്ച്വലി റെഗുലേറ്റിംഗ് ദി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടിമ്പാനിഫോം മെംബ്രെയിൻ ലൈനിങ് ദി syrinx. Now the voice is produced by the vibration of the tympaniform membranes as the air expelled from the lungs during expiration passes between them. അല്ലെ, രണ്ട് മെമ്പറിൻ്റെ ഇടയിൽ കൂടിയല്ലേ എക്സ്പെൽ ചെയ്യുക എയർ. എയർ ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ ഇത് ഇന്റേണൽ ടിമ്പാനിഫോം മെംബ്രെയിൻ ആണ്, ഇത് എക്സ്റ്റേണൽ ടിമ്പാനിഫോം മെംബ്രെയിൻ ആണ്. രണ്ടിൻ്റെ ഇടയിൽ കൂടിയാണ് എയർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എയർ പാസ് ചെയ്യുമ്പോൾ ദിസ് വിൽ വൈബ്രേറ്റ്. ഇതിൻ്റെ വൈബ്രേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ രണ്ട് മസിൽസ് ആണ്. ഓക്കെ, സിറിഞ്ചിയൽ മസിൽസും അതുപോലെ തന്നെ ട്രക്കിയൽ സ്റ്റേണോട്രക്കിയൽ മസിൽസുമാണ് ഇത് രണ്ട് ഇതിൻ്റെ വൈബ്രേഷനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ഇയാൾക്കും റോൾ ഉണ്ട്. ക്ലിയർ ആണല്ലോ? സോ വോയിസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? when the air is expelled out from the lungs, these tympaniform membranes will vibrate and with this vibration is regulated by, അതായത് ഡിഫറെൻ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ മെമ്പറിൻ്റെ വൈബ്രേഷൻ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇറ്റ്സ് ആക്ച്വലി ബൈ ദി ആക്ഷൻ ഓഫ് ദി ഇൻട്രിൻസിക് സിറിഞ്ചിയൽ മസിൽസ് ആൻഡ് സ്റ്റേണോട്രക്കിയൽ മസിൽസ്. The pitch of the voice is altered by the change in the tension of these membranes controlled by the syringeal and sternotracheal muscles. ഞാൻ പറഞ്ഞു. Now the semilunar membranes may supplement the vibration of the tympaniform membrane. അല്ലേ, കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ സെമിലുനാർ മെംബ്രെയിൻസിന് കൃത്യമായ റോൾ ഉണ്ട്. ഞാൻ പറഞ്ഞു ചില ബേർഡ്സിൽ ഈ പറയുന്ന സിറിങ്സ് എന്ന് പറയുന്ന സൗണ്ട് പ്രൊഡ്യൂസിങ് ബോക്സ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് ഓസ്ട്രിച്ച്, സ്റ്റോക്സ്, സം വൾച്ചേഴ്സ് എക്സെട്ര. ഇത് നിങ്ങൾക്ക് എൻട്രൻസിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സിറിങ്സ് ഈസ് ആബ്സെൻറ്റ് ഇൻ, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ബേർഡ്സ് ഡസൻ ഹാവ് എ വോയിസ് ബോക്സ് കോൾഡ് സിറിങ്സ് എന്നുള്ളത് എൻട്രൻസിന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മിക്കണം. ഓസ്ട്രിച്ച്, സ്റ്റോക്സ് ആൻഡ് വൾച്ചേഴ്സ്. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ്സ് അബൌട്ട് ദി പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ മെക്കാനിസം ഓഫ് സൗണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയേണ്ടത് എങ്ങനെയാണ്? ആദ്യം ഏതാണ് സൗണ്ട് ബോക്സ് എന്ന് പറയണം. ഏതാ സൗണ്ട് ബോക്സ്? സിറിങ്സ് ആണ്. സിറിങ്സ് ഏത് പോർഷനിലാണുള്ളത്? ട്രക്കിയയുടെ
അവസാനം ബ്രോങ്കയുടെ ബിഗിനിങ്, ആ ഒരു റീജിയനിലാണ് നമുക്ക് സിറിങ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സിറിങ്സിന് എത്രയൊക്കെ പോർഷൻ ഉണ്ട്? ഒന്നാമത്തെ പോർഷൻ ടിംബാനിഫോം മെംബ്രെയിൻസ് ആണ്, അല്ലെ ടിംബാനമാണ് ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടിംബാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രോഡ് ആയിട്ടുള്ള ക്യാവിറ്റിയാണ്. എവിടെ ഈ ക്യാവിറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റുക? ലാസ്റ്റ് 3 to 4 ട്രക്കിയൽ റിങ്സും അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻകംപ്ലീറ്റ് ബ്രോങ്കിയൽ റിങ്ങും അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ബ്രോഡ് റീജിയൻ ആണ് ടിംബാനം എന്ന് പറയുന്നത്. ടിംബാനം എന്ന് പറയുന്നത് മെംബ്രെയിൻ കൗണ്ട് ബൗണ്ടഡ് ആണ്, അല്ലെ? ഏത് മെംബ്രെയിൻസ് ആണ്? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ടിംബാനിഫോം മെംബ്രെയിൻസ് അവിടെ ഉണ്ട്. മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ആക്ച്വലി, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി കോസിംഗ് ദി വൈബ്രേഷൻ. അടുത്ത നിങ്ങൾ പറയേണ്ടത് എന്താണ്? അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ബിഗിനിങ് ഓഫ് ദി ബ്രോങ്കെ ദർ ഇസ് എ റിഡ്ജ്. ആ റിഡ്ജിന്റെ മുകളിൽ ഒരു സെമി ലൂണാർ മെംബ്രെയിനും ഉണ്ട്. റിഡ്ജിനെ നമ്മൾ പെസുലസ് എന്നാണ് വിളിച്ചത്. ആൻഡ് സെമി ലൂണാർ മെംബ്രെയിൻസ് ആർ ദർ. ഇനി ഈ മെംബ്രെയിൻസിന്റെ ഒക്കെ വൈബ്രേഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് രണ്ട് മസിൽസ് കൊണ്ടാണ്. ഏതൊക്കെയാണ് രണ്ട് മസിൽസ്? ഇൻട്രിൻസിക് മസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേർണോട്രക്കിയൽ മസിൽസ് ഉണ്ട്. ഇൻട്രിൻസിക് മസിൽ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് അതിൽ തന്നെ കണക്ട് ചെയ്യുന്നത്, അല്ലെ? ട്രക്കിയേനെയും അതുപോലെ തന്നെ സിറിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് ഇൻട്രിൻസിക് മസിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേർണോട്രക്കിയൽ മസിൽ ഇസ് കണക്റ്റഡ് വിത്ത് സ്റ്റേർണം, ട്രക്കിയേന സ്റ്റേർണം. അതിന്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ ആണ് ഈ ടിംബാനിഫോം മെംബ്രെയിൻസിന്റെ വൈബ്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലങ്സിൽ നിന്ന് എയർ എക്സ്പെൽ ചെയ്യുമ്പോൾ ടിംബാനിഫോം മെംബ്രെയിൻസും സെമിലൂണാർ മെംബ്രെയിൻസും വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻ ആര് റെഗുലേറ്റ് ചെയ്യും? സ്റ്റേർണോട്രക്കിയൽ മസിൽസും ഇൻട്രിൻസിക് മസിലും കൂടെ റെഗുലേറ്റ് ചെയ്യും, അല്ലേ? ഇൻട്രിൻസിക് സിറിഞ്ചിയൽ മസിലും കൂടെ അത് റെഗുലേറ്റ് ചെയ്യും. അങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നിട്ടാണ് പല പിച്ചിലുള്ള സൗണ്ട് ബേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സംഗതി. അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വൾച്ചേഴ്സിൻ്റെ കേസിൽ, ഓസ്ട്രിച്ചിൻ്റെ കേസിൽ, സ്റ്റോക്സിൻ്റെ കേസിൽ ഒക്കെ സിറിങ്സ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി സൗണ്ട് പ്രൊഡക്ഷൻ ഇൻ ബേർഡ്. ഇത് 5 മാർക്കിന് ചോദിക്കും. ഈ സ്ട്രക്ചർ കൃത്യമായിട്ട്, ഈ സിറിങ്സിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം, വരക്കണം, എന്നാൽ മാത്രമേ 5 മാർക്ക് കിട്ടുള്ളൂ.